അവരോട് ആ യുവാവിനോട് പറയുന്നുണ്ട് തിരിച്ചു പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആ കാലിങ്ങനെ വെച്ചിട്ട് ഒരു തടഞ്ഞു നിർത്തലുണ്ട്. ഒരു രക്ഷയില്ല. യുവാവല്ല അല്ലേ? അത് യുവാവല്ല, അയാളൊരു മധ്യവയസ്കനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എനിക്ക് അങ്ങനെ തോന്നിയത്, ശരീരപ്രകൃതിയൊക്കെ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ശരി, അമ്മ രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതല്ലാതെ തൊഴിൽ മേഖല എന്തായിരുന്നു? വാർഡനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് 3 ടേം. അതായിട്ട് തിരുവനന്തപുരം വർക്കിംഗ് വുമൻസ് ഹോസ്പിറ്റൽ 3 വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പോൾ അവർ ഒരു കമ്മിറ്റി നടത്തുന്നതായിരുന്നല്ലോ. അപ്പോൾ അതുമായിട്ട് ഒരു ക്ലാഷൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അവർക്കും പണി കൊടുത്തിട്ടാണ് പോകുന്നത്. ശരി, അമ്മ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഡ്രൈവിംഗ് അറിയാം, വണ്ടി എടുക്കാറുണ്ടോ? ഇല്ല, ഞാൻ ലൈസൻസ് ഒന്നും എടുത്തില്ല. അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛൻ ഡ്രൈവറായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ചുളിവിൽ പഠിച്ചതാണ്. അതിന് ലൈസൻസ് ഒന്നും എടുക്കേണ്ട ആ പ്രായമല്ലല്ലോ. 70-ലാണ് ഞാൻ അത് എൻ്റെ SLC പഠിച്ച സമയത്താണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെ അത് പഠിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുമ്പ് സൈക്ലിംഗ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ അതൊക്കെ അറിയാം. ഞാൻ സൈക്കിൾ വാലയാണെന്ന് പണ്ട് ഞാൻ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഒന്ന് ചെറുങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് കേട്ടോ. ഇപ്പോൾ അത് ഒരു പുതുമയല്ലല്ലോ. അന്നത്തെ കാലത്തൊരു പുതുമയാണ്. ഇപ്പോഴും ആൾ എന്നെ അന്ന് ഓർക്കുന്നുണ്ട് ചിലർ. നിങ്ങളങ്ങനെ സൈക്കിൾ ഓടിച്ചു പോയത് ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആ തലമുറയൊക്കെ അവസാനമായിട്ട് ഒരേ ഒരു കാര്യം കൂടി, അമ്മ ഇന്ന് ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ വനിതകളുടെ ഒരു ദിനം കൂടിയാണ്. എന്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഒരു സ്ത്രീകൾ ശക്തരാകണം, കരുത്തുറ്റവരാകണം എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ഒരു മെസ്സേജ് എന്നുള്ള പോലെ വനിതകളോട് പറയാനുള്ളത് അമ്മയ്ക്ക്? വനിതകൾ ഇപ്പം പല രംഗത്തും പല സംഘടനകളുണ്ട്. ഒരുപാട് സംഘടനകൾ, ഫെമിനിസ്റ്റുകളുണ്ട്, രാഷ്ട്രീയ സംഘടനയുടെ വനിതാ സംഘടനകളുണ്ട്. ഈ രാഷ്ട്രീയ വനിതാ സംഘടനകളൊക്കെ എന്താ ചെയ്യുന്നത്? രാഷ്ട്രീയ പാർട്ടി പറയുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുക, അതിനുവേണ്ടി സമരം ചെയ്യാമെന്ന് മാത്രം. അല്ലാതെ അവരെ ഭരണം വരുമ്പോൾ അവർ ഒളിച്ചിരിക്കുകയും അവർ ഭരണം അല്ലാത്തപ്പോൾ അവർ പുറത്തു വരികയും ചെയ്യുന്ന ഒരു സമീപനമാണുള്ളത്. ഈ സ്ത്രീ സ്വാതന്ത്ര്യ ശാക്തീകരണം എന്നൊക്കെ പറയുന്നിടത്ത് പോലും വലിയ മെച്ചമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്തും. പക്ഷേ ഞങ്ങളൊക്കെ തുടക്കത്തിലാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നു. ഇന്നുള്ളവർക്ക് സുഖമാണല്ലോ, പാതകളൊക്കെ വെട്ടിത്തെളിച്ച് അതിൽ കൂടെ സുഗമമായി വണ്ടി ഓടിച്ച് പോയാൽ മതി. പിന്നെ അപ്പോൾ അവർക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. പിന്നെ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ കുറച്ചുണ്ട്. അവരിപ്പോൾ ഞാൻ ചീത്ത വിളിച്ചു പറയും. ഫെമിനിസ്റ്റുകളൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ, എൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ട് ഫെമിനിസ്റ്റ് സംഘടനയിലൊക്കെ. അപ്പോൾ ഇന്നലെ എന്നെ വിളിച്ചേ ഉള്ളൂ. അവരോട് ഇതിന് മീറ്റിങ്ങിന് വരാൻ പറയുന്നൊക്കെ പറഞ്ഞു. ഞാൻ ഫെമിനിസ്റ്റ് അല്ല, ഞാനിതിനെല്ലാം പോരാടുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഫെമിനിസ്റ്റ് അല്ല ഒരിക്കലും. അപ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നൊക്കെ എന്നോട് വാദിച്ചു. അതുപോട്ടെ. അപ്പോൾ അതിലുപരിയായി നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ സമൂഹത്തിലെ ദൈനംദിന ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടൽ ശക്തമാവണം. ഓരോ കാര്യങ്ങൾക്കും പല കാര്യങ്ങളുണ്ടല്ലോ. അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് യുവതലമുറ പ്രത്യേകിച്ചും പിന്നെ അവരെ കാര്യങ്ങൾക്ക് മാത്രം അവർ സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ചാൽ പോരാ, സമൂഹത്തിന് വേണ്ടിയും ആ സ്വാതന്ത്ര്യ ബോധത്തിനെ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എന്തായാലും അടിപൊളി അമ്മ. വളരെ സന്തോഷം അമ്മ അതിഥിയായി എത്തിയതിന്. ഇനി അമ്മയുടെ പോരാട്ടം തുടരട്ടെ. ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മയുടെ ശബ്ദം ഉയർത്തട്ടെ. അമ്മ ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആകട്ടെ, മാതൃകയാകട്ടെ. വളരെയധികം നന്ദി.